ഹലോ ഗായ്സ്, ഇവക്കാണെങ്കിലേ മഴയത്ത് മധുരം തിന്നാൻ പൂതി. അതിന് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി പോവാ കറകച്ചാല് വരെ. കുനാഫ ഉണ്ടാക്കാൻ പോവാന്ന്. കുനാഫ അതാ ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ മധുരം വേണമെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ ഗായ്സ്, ഞങ്ങൾ മേടിച്ചിട്ട് വരാം. ശരി എന്നാ. ഫ്ലാഷ് ബാക്ക്. നിനക്ക് എന്ത് വേണമെന്നാ പറഞ്ഞു? കുനാഫ. ഈ മഴയത്ത് കുനാഫ. നമുക്ക് ഉണ്ടാക്കി നോക്കാനേ. കുനാഫ. ഗായ്സ്, നമ്മൾ ചീസ് എടുത്തിട്ടുണ്ട് 5 പീസിന്റെ 5 സ്ലൈസസ്, പിന്നെ അൺസോൾട്ടഡ് ബട്ടറും. കിട്ടിയോ? സാധനം കിട്ടിയോ? കിട്ടിയില്ല. ബട്ടർ, അൺസോൾട്ട് ബട്ടർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്യാം. ആവശ്യത്തിനടുത്ത് മെൽറ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ്. അപ്പൊ നമുക്ക് ഈ പാത്രത്തിൽ തികയാത്തോണ്ട് നമുക്ക് വലിയ പാത്രത്തിൽ കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് പൊടിക്കണേ. അത്യാവശ്യം അത്ര ചെറുതാവരുത്, എന്നാലും ഏകദേശം ഒന്ന്. ഇത് പൊടിച്ച് ഏകദേശം കണ്ടില്ലേ, ഈ 1 രൂപ അടുത്തോട്ടുണ്ടെന്ന് ഉണ്ട്. ഈ 1 രൂപ ആക്കി വെച്ചിട്ടുണ്ട്. ഈ 1 രൂപ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മള് ബട്ടർ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്യും. ഇതിനകത്തേക്ക് കുറച്ച് ആഡ് ചെയ്യും. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കൈ കൊള്ളാതെ നോക്കണം. അതെ, കൈ കൊള്ളരുത്. ഇത് പക്ഷെ ചൂടില്ല, ചെറിയ ചൂടാറിയിട്ട് ചെയ്യാവുന്നല്ല. കൈ കൊള്ളി ഉപ്പാടളവും. നല്ല രീതിക്ക് എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്യുക. എല്ലാത്തിലും സേമിയ, എല്ലാത്തിലും ബട്ടർ ആയിരിക്കും. സേമിയയിലേക്ക് ബട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനടുത്തത് ക്രീം ഉണ്ടാക്കാം. ക്രീം ഉണ്ടാക്കണം. അപ്പൊ കുറച്ച് പാൽ ഒഴിക്കുക ആവശ്യത്തിന്. അപ്പൊ 3 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് കളിക്കി കൊടുക്കുക. തരികളൊന്നും വരാണ്ട് നല്ല രീതിക്ക് ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. 3 ടീസ്പൂൺ മൈദ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് പഞ്ചസാര. ബൂസ്റ്റിന്റെ കവറാന്നേ ഉള്ളൂ. മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പൊ ദേ നോക്കിക്കേ, ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറുക്കിയെടുക്കാം. ഇതൊക്കെ ഞാൻ ഇതിനകത്തേക്കാണ് ഒഴിക്കണം. നേരത്തെ ബട്ടർ മെൽറ്റ് ചെയ്ത മൊത്തത്തിൽ ഇത് നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ടല്ല, ഏകദേശം. ഇത് ക്രീമി, കുറച്ച് ടൈറ്റ് പോലെ. ഇതിപ്പോ ഏകദേശം ഒക്കെ കുറുകി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും കുറച്ചും കൂടെ കൊടുക്കാനുണ്ട്. അപ്പൊ ഏകദേശം ഇത് നോക്കിക്ക് സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഓഫ് ചെയ്യാം. അമ്മയ്ക്ക് ഇവിടെ കുനാഫ ഉണ്ടാക്കുന്നു. കുനാഫ പഞ്ചസാര നമുക്ക് മെൽറ്റ് ചെയ്യാം. കുറച്ച് പഞ്ചസാര എടുത്ത് മെൽറ്റ് ചെയ്യാം. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം നമുക്ക് അതിന്റെ. ഇനി വേണമെങ്കിൽ ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇലക്ക ഇടാം.
വെനില എസൻസ് ഒഴിക്കണവർക്ക് ഒഴിക്കാം. ഞാൻ ഇതിനകത്ത് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് കുറച്ച്, ഒരെണ്ണം ചേർക്കുന്നത്. പഞ്ചസാര മെൽറ്റ് ആയിട്ടാണ് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ബട്ടർ നമുക്ക് ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കാം. വേണ്ട, കുഴപ്പമില്ല. ഇതാണ് മെൽറ്റ് തേച്ച് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. ഇതുപോലെ നോൺ സ്റ്റിക്കിൽ എല്ലാ സ്ഥലത്തേക്കും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പില്ലയാണെങ്കിൽ നമുക്ക് ഇത് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം അതിനകത്തേക്ക് ആഡ് ചെയ്തു. അത് പിന്നെ നമ്മള് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചീസ് ഇല്ലേ, ഒരു സ്ലൈസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് ഇതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിന് അടുപ്പത്ത് വെച്ച് റോസ്റ്റ് ചെയ്യാം. ഇപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ആവും വരെ വെയിറ്റ് ചെയ്യും. ഒരു വശമായിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വശത്തേക്ക് മറിച്ചിടും. കൈ പൊള്ളുന്ന. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ അകത്തോട്ട് പഞ്ചസാര ലൈനിയും ആ നട്ട്സും ഒക്കെ ഇടാം. അപ്പം എല്ലാം ഓക്കെ ആവും. നമുക്കത് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്തെ ഇനിയും കാണാം. അത് വേറെ ഒന്നുമില്ല, അത് നമ്മൾ നേരത്തെ ഇട്ട ഏലക്കേന്റെ കുരുവാണ്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഫൈനൽ ഔട്ട്, ഞങ്ങളുടെ കുനാഫ. സക്സസ് ആയോ? ശരി ഗൈസ്, ബൈ ബൈ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.